നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ-US ബന്ധം കൂടുതൽ ദൃഢമാകുമെന്ന പ്രതീക്ഷ ഉയർത്തി അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണം. ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് ലഭിച്ച ഇരിപ്പിടമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇക്വഡോർ പ്രസിഡന്റ് ഡാനിയൽ നോബോവയ്ക്കൊപ്പം മുൻനിരയിലായിരുന്നു ജയശങ്കറിന്റെ സ്ഥാനം. ഇന്ത്യൻ ഭരണകൂടത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി എത്തിയ ഡോക്ടർ ജയശങ്കറിന് മുൻനിരയിൽ തന്നെ ഇരിപ്പിടമൊരുക്കിയത് ഔദ്യോഗിക പ്രോട്ടോകോളിൽ വരുത്തിയ നവീകരണങ്ങളുടെ ഫലം കൂടിയാണ്. ക്യാപിറ്റൽ റൊട്ടുണ്ടയിൽ നടന്ന ചടങ്ങിൽ S ജയശങ്കർ മുൻനിരയിൽ ഇരുന്നപ്പോൾ ജാപ്പനീസ് വിദേശകാര്യമന്ത്രി താകേഷി ഇവാക്കി 2 വരി പിറകിലായിരുന്നു സ്ഥാനം. 47ാമത് US പ്രസിഡന്റായി അധികാരമേറ്റ ട്രംപിനായി നരേന്ദ്രമോദി കൊടുത്തുവിട്ട കത്ത് ജയശങ്കർ കൈമാറി. ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് സവിശേഷമായി കരുതുന്നുവെന്നും S ജയശങ്കർ എക്സിൽ കുറിച്ചു. വാഷിംഗ്ടൺ DC-യിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി മോദിയുടെ പ്രത്യേക ദൂതനായും പ്രതിനിധീകരിക്കാൻ അവസരം ലഭിച്ചത് വലിയൊരു അംഗീകാരമാണെന്നും അദ്ദേഹം എക്സിൽ എഴുതി. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ സുപ്രധാന ഉത്തരവുകളാണ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പരിഷ്കൃത സമൂഹം എന്ന് പൊതുവെ അറിയപ്പെടുന്ന അമേരിക്കയെ പിന്നോട്ട് നയിക്കുന്ന തീരുമാനത്തിലാണ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നത്. US രേഖകളിൽ നിന്നും ട്രാൻസ്ജെൻഡറുകളെ പുറന്തള്ളുന്നതാണ് തീരുമാനം. സർക്കാർ രേഖകളിൽ ലിംഗം രേഖപ്പെടുത്തുന്ന കോളങ്ങളിൽ ഇനി സ്ത്രീ, പുരുഷൻ എന്നിങ്ങനെ മാത്രമേ ഉണ്ടാവൂ എന്നതാണ് ട്രംപിന്റെ ഉത്തരവ്. ഈ 2 വിഭാഗങ്ങളെ മാത്രമേ അമേരിക്കൻ ഫെഡറൽ ഗവൺമെന്റ് അംഗീകരിക്കൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഉത്തരവിൽ ട്രംപും ഒപ്പുവെച്ചു. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ അംഗീകരിക്കില്ലെന്ന് കൂടി വ്യക്തമാക്കുന്ന ഉത്തരവ് ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. രേഖകളിൽ സ്ത്രീയും പുരുഷനും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നത് അമേരിക്കൻ സർക്കാരിന്റെ ഔദ്യോഗിക നയമായിരിക്കുമെന്നാണ് ട്രംപ് ഉത്തരവ് ഒപ്പിട്ട ശേഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച് അവകാശവാദങ്ങളെ കുറിച്ചും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമേരിക്കയിൽ സജീവമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും നിരവധി റിപ്പബ്ലിക് പാർട്ടി പ്രതിനിധികൾ ട്രാൻസ്ജെൻഡർ നിയമനങ്ങൾ റദ്ദാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്ന ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കെതിരെ ട്രംപ് തന്നെ ഒരു പ്രചാരണത്തിൽ തുറന്നടിച്ചിരുന്നു. വൈവിധ്യം, തുല്യത ഉൾക്കൊള്ളിക്കാൻ എന്നിവയിൽ അധിഷ്ഠിതമായ കൂടുതൽ നടപടികൾ ഇനി ഉണ്ടാവുമെന്ന് ട്രംപുമായി അടുത്ത വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചു. എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ ഭാഗമായ ലിംഗ പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫെഡറൽ ഫണ്ടുകൾ അനുവദിക്കില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. US പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ ടേമിൽ ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിൽ ട്രാൻസ്ജെൻഡർ സൈനികർക്ക് നിരോധനം പ്രഖ്യാപിക്കുകയും ട്രാൻസ്ജെൻഡർ ഉദ്യോഗസ്ഥരുടെ റിക്രൂട്ട്മെന്റ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. 2021 അധികാരമേറ്റ ശേഷം ജോ ബൈഡൻ ഈ നയം മാറ്റുകയായിരുന്നു. ട്രാൻസ്ജെൻഡറുകളുടെ അവകാശവാദങ്ങളെ കുറിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമേരിക്കയിൽ സജീവമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിരവധി റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധികൾ ട്രാൻസ്ജെൻഡർ നിയമനങ്ങൾ റദ്ദാക്കുന്നതിനെ കുറിച്ചും സംസാരിച്ചിരുന്നു. കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്ന ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കെതിരെ ട്രംപ് തന്നെ ഒരു പ്രചാരണത്തിലും തുറന്നടിച്ചിരുന്നു. ഏതായാലും സുപ്രധാനമായ ഒരു തീരുമാനമാണ് ട്രംപ് അധികാരമേറ്റ ഉടനെ ആദ്യം എടുത്തിരിക്കുന്നത്.